കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കൊലപാതക കേസുകളിൽ ഒന്നായിരുന്നു 2012 ടി പി ചന്ദ്രശേഖരൻ വധക്കേസ്. പിണറായി വിജയൻ ആസൂത്രണം ചെയ്ത കൊലപാതകത്തിലെ പ്രതികൾക്ക് ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ടി പി വധക്കേസിലെ മുഖ്യപ്രതി ജ്യോതി ബാബു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. എന്നാൽ സുപ്രീം കോടതി ജാമ്യാപേക്ഷ തള്ളി. ടി പി വധക്കേസ് ഒരു കൊലപാതക കേസാണെന്നും പെട്ടെന്നൊന്നും പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാൻ സാധിക്കില്ല എന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കൂടാതെ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിയുടെ രേഖകൾ കാണണമെന്നും 5 ദിവസത്തിനുള്ളിൽ സാക്ഷിമൊഴിയടക്കം എല്ലാ രേഖകളും ഹാജരാക്കണമെന്നും സുപ്രീം കോടതി താക്കീത് നൽകി. ഇടക്കാല ജാമ്യം അനുവദിക്കണം എന്ന പ്രതിയുടെ ആവശ്യവും നിലവിൽ കോടതി പരിഗണിച്ചിട്ടില്ല. പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. പ്രതികൾക്ക് എളുപ്പത്തിൽ ജാമ്യം നൽകിയാൽ അത് വളരെ അപകടകരവും മനോവീര്യം കെടുത്തുന്നതുമായ സന്ദേശം നൽകുമെന്ന് സത്യവാങ്മൂലത്തിൽ കെ രമ പറയുന്നു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരവും പൈശാചികവുമായ കൊലപാതകമായിരുന്നു ടി പി വധക്കേസ്. 51 വെട്ടുകൾ വെട്ടിയാണ് ആ മനുഷ്യനെ കൊലപ്പെടുത്തിയത്. പാർട്ടിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം പാർട്ടിയിൽ തന്നെ ഒരു നേതാവിനെ ഇല്ലാതാക്കാനും ഇടതുപക്ഷക്കാർക്ക് യാതൊരു മടിയുമില്ല എന്ന് ഈ ഒരൊറ്റ കേസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ സ്വാർത്ഥത മൂലം നഷ്ടമായത് ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമാണ്. തന്റെ ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ പിടികൂടുന്നതിനായി കെ രമ നടത്തിയ പ്രതിഷേധങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു. അതിന് അവർ ഒരുപാട് എതിർപ്പുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒടുവിൽ അന്വേഷണത്തിലൂടെ പിടികൂടിയത് 12 പ്രതികളെയാണ്. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം? ജയിലിലുള്ളവർക്ക് പുറത്തുള്ളതിനേക്കാൾ സൗകര്യങ്ങളായിരുന്നു ഒരുക്കിയിരുന്നത്. കൊടിസുനി പോലെയുള്ള പ്രതികൾ ജയിലിൽ നിന്നും സ്വർണ്ണക്കടത്തിനും കഞ്ചാവ് കടത്തിനും നേതൃത്വം നൽകുകയായിരുന്നു. പുറം ലോകവുമായി ബന്ധപ്പെടാൻ നിരവധി സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് അവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ജയിലിലേക്ക് അയച്ചത്? ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. പിണറായി വിജയന്റെ മറ്റ് പല സൈഡ് ബിസിനസ്സുകളും രഹസ്യമായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് നിരവധി കൊടിസുനികളെ ജയിലിലേക്ക് അയച്ചത്. പിണറായിയുടെ മറ്റൊരു മുഖം നമുക്ക് ഈ കേസിലൂടെ കാണാൻ സാധിക്കും.